ഹലോ, ഇന്ന് കുമ്പളങ്ങ വറുത്തരച്ച് കറി വെച്ചാലോ? കുമ്പളങ്ങ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കുമ്പളങ്ങ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് അതിലേക്ക് പെരുംജീരകം, കുരുമുളക്, കറിവേപ്പില ഇതും കൂടെ ചേർത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന സമയത്ത് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി ഒരു ചട്ടി അടുപ്പത്തോട്ട് വയ്ക്കുക. അതിലേക്ക് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. സവാള വാടി വരുന്ന സമയത്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം തക്കാളി വാട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുക്കുക. ഒരു കുഞ്ഞി കഷ്ണം വാളൻപുളി ഇതുപോലെ പിഴിഞ്ഞൊഴിക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചാറൊക്കെ വറ്റി വരുന്ന സമയത്ത് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. ചാറ് കുറുകി വരുന്ന സമയത്ത് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഉള്ളി കാച്ചി എടുക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.